നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നിയമന പ്രശ്നങ്ങൾ മറികടക്കാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി പിണറായി സർക്കാർ. നിയമനങ്ങളിലെ പഴുതുകൾ മുതലാക്കി വിവാദങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങി പിണറായി വിജയൻ സർക്കാർ. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു, CPM നേതാവ് A റഹീം എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ PM സുരേഷ് ബാബു, നിയമനങ്ങളിൽ സ്വജനപക്ഷപാതത്തെക്കുറിച്ചുള്ള പരാതികൾ ഏറെക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേൾക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് നിയമപരമായി ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളിടത്താണ് ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, തർക്കങ്ങൾ ഉണ്ടാകുക. ഇത് തടയുന്നതിനായി ഈ സ്വജനപക്ഷപാതം ഇല്ലാതെയാക്കി നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി നിയമങ്ങൾ ഉണ്ടായിട്ടും നടക്കാതെ പോയ ആ കാര്യങ്ങളെ ശക്തമായി നടപ്പിലാക്കാൻ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു അതിനെ? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അതുപോലെ ഉന്നതമായ സ്ഥാപനങ്ങളിലേക്കുള്ള ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള നിയമനത്തിൽ ഒരു പൊതു മാനദണ്ഡമുണ്ടാക്കി സുതാര്യത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടം നിയമനിർമ്മാണത്തിലേക്ക് ഒരുങ്ങുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിയമം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള നിയമന രീതികൾ ആവിഷ്കരിക്കാൻ ഏത് ഭരണകൂടത്തിനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും നിർബന്ധിതമാകും. അതുകൊണ്ട് അത്തരമൊരു നിയമനിർമ്മാണം നടത്താനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നിയമനിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കാനേ കഴിയുകയുമുള്ളൂ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ നിയമനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ അത് ഇടതുപക്ഷ സർക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്ന CPM ഒക്കെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെടുത്തിട്ടുള്ള ചില മാനദണ്ഡങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതുമായി കൂട്ടിയോജിച്ച് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ചില ആരോപണങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതേ പ്രശ്നങ്ങൾ തന്നെ മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളപ്പോൾ പരാതികളാകാതിരുന്നത് ആ കാര്യത്തിൽ അന്നത്തെ ഭരണകക്ഷിക്കും മുന്നണിക്കുമൊന്നും അങ്ങനെ ഒരു രീതി തുടരുന്നതിന് തർക്കങ്ങളില്ലായിരുന്നു എന്നുള്ളതും കൂടിയാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നതിനനുസരിച്ച് അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ കൊണ്ട് മാത്രം കാര്യമില്ല. ഇതൊരു ശാശ്വതമായ പരിഹാരമായില്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരും. അതുകൊണ്ട് നിയമനിർമ്മാണം വേണം എന്ന് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും തീരുമാനിച്ചിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയതാണ് അങ്ങയുടെ ചോദ്യം. ഞാൻ ഓരോന്നിനും മറുപടി പറയാൻ തയ്യാറാണ്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുന്നതും നന്നാകും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിയമനിർമ്മാണത്തെ ഞാൻ തുടക്കം മുതലേ സ്വാഗതം ചെയ്തു. നിയമനിർമ്മാണത്തിനകത്ത് ഏത് രൂപത്തിലുള്ള നിയമമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് നമുക്കതിനെക്കുറിച്ച് മറുപടി പറയാം. ഏതായാലും നിയമന കാര്യത്തിലുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ അതെല്ലാവർക്കും ബാധകമാണെന്ന് കൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന ഭരണകൂടങ്ങൾക്കെല്ലാം ബാധകമാകുന്ന തരത്തിലുള്ള നിയമമായിരിക്കും. അല്ലെങ്കിൽ നിയമത്തിന് അവർ ഭേദഗതി കൊണ്ടുവരണം. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുണ്ടാക്കിയ നിയമ സംഹിതകളിൽ ഭേദഗതി വരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ സുതാര്യതയോട് കാണിക്കുന്ന താല്പര്യത്തിനെതിരായ വെല്ലുവിളിയായി അതിനെ ചൂണ്ടിക്കാണിക്കും. അതിനൊരു രാഷ്ട്രീയ പാർട്ടിയും മുതിരുകയുമില്ല. പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് സൂചിപ്പിച്ചത് ഇത്രയും വലിയ വിവാദം UDF ഭരണകാലത്ത് ഇത്തരം ചില നിയമനങ്ങൾ ഉണ്ടെന്ന് LDF ആരോപിച്ചപ്പോൾ ഉണ്ടായില്ലെന്നും ഇപ്പോൾ ഉണ്ടായി എന്നുമുള്ളതിൻ്റെ ഒരു വസ്തുത താങ്കൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. എന്താണ്? മാർക്സിസം ലെനിനിസം അടിസ്ഥാനമാക്കി രൂപീകൃതമായ അല്ലെങ്കിൽ പ്രവർത്തന ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ താല്പര്യങ്ങൾ അത് പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട്
കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇത്തരം താല്പര്യങ്ങൾക്ക് എതിരും സ്വജനപക്ഷപാതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും കുറ്റത്തിന്റെ തനിപ്പകർപ്പ് ഈ നിയമന കാര്യത്തിലോ മറ്റിതര കാര്യത്തിലോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും UDF-നോട് കാണിക്കുന്ന പ്രക്ഷോഭ സമീപനത്തെക്കാൾ കൂടുതൽ ശക്തമായ മാനസിക വികാരത്തോടു കൂടിയുള്ള പ്രക്ഷോഭ സമീപനം LDF-ന്റെ ഭരണകൂടത്തിനോട് ഉണ്ടാകും. അതിനോട് അസ്വസ്ഥത കാണിക്കാതിരിക്കുകയും അത് തിരുത്തുകയുമാണ് അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യം ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മാർക്സിസം ലെനിനിസം പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അത് ചൂണ്ടിക്കാട്ടി നിങ്ങളെയൊക്കെ എതിർത്ത് മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയ കക്ഷി അത് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ഭരണകൂടത്തിൽ ഉണ്ടായതിൻ്റെ തുടർച്ച ഇപ്പോൾ കാണിക്കുമ്പോഴാണ് ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുന്നതെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇവർ ഭരണത്തിലേക്ക് വന്നിട്ട് 100 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥരും സംവിധാനവും ഒക്കെ പഴയത് തന്നെയാണ് തുടരുന്നത്. ഈ കാര്യങ്ങളിൽ ഇവർ നിങ്ങളുടെ അതേ പാത പിന്തുടരാനും അവർ പഠിച്ച് മുന്നോട്ട് പോകുന്ന മാർക്സിസം ലെനിനിസം വഴിയിൽ കളയാനുമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതില്ലായിരുന്നു. ഇങ്ങനൊരു പുതിയ നിയമനിർമ്മാണത്തിന് പോകേണ്ടതില്ലായിരുന്നു. അവർക്ക് ആ മാനദണ്ഡം അനുസരിച്ച് പോകണമെന്നുള്ളത് കൊണ്ടാണ് അവർ പുതിയ നിയമനിർമ്മാണത്തിന് പോകുന്നത്. നിങ്ങളുടെ കാലഘട്ടത്തിൽ അതല്ലായിരുന്നു എന്നുള്ളത് തന്നെ ഇവരുടെ ഈ നിയമനിർമ്മാണത്തിനുള്ള ഈ തയ്യാറെടുപ്പ് തന്നെ സൂചിപ്പിക്കുന്നതല്ലേ? അപ്പോൾ അത് വരാൻ കാലതാമസം ഉണ്ടെങ്കിൽ അത് കാത്തുനിന്ന് അതിലേക്ക് വരാനുള്ള ഒരു കാത്തിരിപ്പല്ലേ വേണ്ടത്? ഇത് ഒരു നല്ല ഒരു തകിടം മറിച്ചൽ എന്ന് വേണമെങ്കിൽ ലാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാം. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജനമനസ്സിനെ ഏത് തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കുക എന്ന് ഏറ്റവും കൂടുതൽ, ഞങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിവുള്ള നേതാക്കന്മാരാണ് ശ്രീ പിണറായി വിജയനും ശ്രീമങ്കൻ കോടിയേരി സുരേഷ് ബാബു. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ ആദ്യം 2 ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ഇടപെടുകയാണ്. ഇതെങ്ങനെയാണ് തകിടം മറിയൽ ആകുക? ഇത് സ്വാഭാവികമായ ചില ചോദ്യങ്ങൾ, ജനം അങ്ങ് പറഞ്ഞതുപോലെ ജനങ്ങളോ നിഷ്പക്ഷമതികളായിട്ടുള്ളവരോ ഇത്തരം ചോദ്യങ്ങൾ CPM-നോടോ ഇടതുപക്ഷത്തോടോ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് അവരുടെ ആഭ്യന്തരമായി അവരുടെ പാർട്ടിക്കകത്തും മാനദണ്ഡങ്ങൾ വ്യതിചലിച്ച് പോകുന്നുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടതായിട്ടുണ്ടാകും. അത് അവർ അവിടെ ചെയ്യട്ടെ. പക്ഷെ ധാർമ്മികമായി പ്രതിപക്ഷത്തിന് ഈ ശീലങ്ങൾ തുടരുകയും ഇതാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ഒരിക്കലും തിരുത്താൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഇത്തരം ആശയങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പോലും സാധിക്കാതിരിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണ് രാജിവെക്കണമെന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് എന്നൊക്കെ പറയാൻ സാധിക്കുക? അതിനുള്ള ധാർമ്മികത എവിടെയാണ്? ജനങ്ങൾ ചോദിക്കുന്നത് പോലെ അല്ലല്ലോ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ വാകുലപ്പെടാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷം ഈ രാജ്യത്ത് ചെയ്യാനുള്ള രാഷ്ട്രീയ ധർമ്മം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രീ ലാല് പറഞ്ഞത് എന്താ? കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന UDF ഗവൺമെന്റിന്റെ തുടർച്ചയിൽ ഉണ്ടായ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ 100 ദിവസം കൊണ്ട് ഇത്തരം വികൃതികളൊക്കെ കാണിച്ചു വെച്ചത് എന്നാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറഞ്ഞാൽ മതി. കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ജയരാജൻ അത് പറഞ്ഞാൽ മതി. ഞാൻ അറിയില്ല, എന്നെ അറിയിക്കാതെ, എൻ്റെ കയ്യൊപ്പില്ലാതെ, എൻ്റെ സമ്മതമില്ലാതെ ചില ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മക്കളെയും മരുമക്കളെയും വെച്ചിരിക്കുന്നു എന്ന് പറയാനെങ്കിലും ബാബു, അതിനുള്ള മറുപടി CPM-ന്റെ നേതാക്കൾ തന്നെ പറയട്ടെ. ഈ ചർച്ചയിലും അഡ്വക്കേറ്റ് റഹീം പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹം പറയട്ടെ. പക്ഷെ എനിക്ക് താങ്കളോട് ചോദിക്കാനും ഒരു സംശയം ഉന്നയിക്കാനും ഉള്ളത്, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെയും ഒക്കെ തുടർച്ച തന്നെയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിൻ്റെ തുടർച്ച തന്നെയാണ്. ഒരുപക്ഷെ മന്ത്രിമാർ പുതിയ CPM-ൻ്റെയും CPI-യുടെയും ഇടതുമുന്നണിയുടെയും ഒക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങ് ഈ പറഞ്ഞതുപോലെ ഇവിടെ കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ ഉദ്യോഗസ്ഥരിലൂടെ മന്ത്രിസഭയിലൂടെ ഒക്കെ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകുമ്പോൾ ഏതാണ് ഒഴിവാക്കേണ്ടത്, ഏതാണ് പുതുതായി തീരുമാനിക്കേണ്ടത്, ഏതാണ് ഈ സ്വജനപക്ഷപാതം എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം ഇവിടെ എല്ലാം കൂടി ഒന്നായി മാറിയ ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ഞാൻ എടുത്തു പറയട്ടെ,
ഇപ്പോൾ ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്ന അങ്ങ് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ബന്ധുക്കൾ ഇവിടെ പല പോസ്റ്റുകളിലേക്കും വന്നതിൻ്റെ കഥകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതൊന്നും ആരും ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതികളായ ആരോപണം പറയാനോ പോലും മറന്നുപോയിരിക്കുന്നു. മാധ്യമങ്ങൾ പോലും ഇന്നിപ്പോൾ വളരെ തിടുക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പോലും അതൊന്നും പറയുന്നത് കാണുന്നില്ല. കാരണം അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇതാണ് ശീലം, ഇതാണ് ശരി, ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് അവരെ കൊണ്ട് ശീലിപ്പിച്ച് വന്ന ഒരു 5-6 വർഷം കഴിഞ്ഞിരിക്കുന്നു ശ്രീ PM സുരേഷ് ബാബു. അത് ഇവിടെയും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം തീരുമാനിക്കട്ടെ, അവരിലേക്ക് ഞാൻ ചോദ്യം ചോദിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് അവരെ? ഞങ്ങൾക്കേ അത് ശ്രീ ലാലെ, ഞങ്ങൾക്ക് മാത്രമേ അതിനകത്ത് കുറ്റപ്പെടുത്താൻ അവകാശമുള്ളൂ. ഞങ്ങൾക്ക് മാത്രമാണ് അതിന് അധികാരം. കാരണം ഞങ്ങളുടെ ഭാഗത്ത് ഇത്തരം മാനദണ്ഡങ്ങളുണ്ട്, പ്രത്യേകമായ ഒരു നിയമാവലിയുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, പ്രായത്തിന്റെ കാര്യത്തിൽ പോലും വ്യത്യസ്തമായി ഉള്ള ഒരു തീരുമാനമാണ് ശ്രീ സുധീർ നമ്പ്യാരുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റാണ് എന്ന് വ്യാഖ്യാനമുണ്ടാകുമ്പോൾ ആ തെറ്റിനെ അംഗീകരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രി, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരം ആക്ഷേപങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ അത് അവരുടെ പാർട്ടി ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരോട് നിഷ്പക്ഷമതികളും മറ്റ് പൊതുസമൂഹവും ചോദിക്കട്ടെ. പക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് ഇരുന്നവർ എങ്ങനെയാണ് ഇതേ തെറ്റുകളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ തെറ്റുകളോ ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതാണ്, കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ചെയർമാനായി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകൻ കുഞ്ഞ് ഇല്ലംപള്ളിയെ നിയമിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അതിന് 10 വർഷത്തെ അധ്യാപന പരിചയം വേണ്ട പോസ്റ്റിലേക്ക് നിയമിക്കാൻ വേണ്ട ആ ചട്ടം റദ്ദാക്കി പ്രത്യേക ഉത്തരവിറക്കി അന്നത്തെ മുഖ്യമന്ത്രി. സഹകരണ ബാങ്ക് നിയമനങ്ങളിലെ മെറിറ്റ് അട്ടിമറിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് കാരണം മുഴുവൻ സഹകരണ ബാങ്ക് നിയമനങ്ങളും കോടതി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഞാൻ 3-4 വായിക്കാം, സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ അവിടെയും ഉണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമാണ്. ഇതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പോൾ പറയാൻ ധാർമ്മികമായ അവകാശം ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്? അല്ലല്ലോ, അതല്ലല്ലോ. ഞങ്ങളെ ഈ ഇത്തരം കാര്യങ്ങളിൽ ആക്ഷേപിച്ച് പുറത്തു നിർത്തിയ ജനങ്ങളുടെ മുമ്പിൽ ഇതാ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം നടത്തി ആ ആക്ഷേപത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരായി ജനവിധി ഉണ്ടാക്കി. ആ ജനവിധിയുടെ കൂടെ അധികാരത്തിൽ വന്ന ഇവർ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് തെറ്റല്ല, അതുകൊണ്ട് ഇവരും ചെയ്യുന്നത് തെറ്റല്ല എന്നാണോ? അതോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തത് തെറ്റായി പോയി, ഇപ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷ തന്നു, ഇവരും അത് തെറ്റ് ചെയ്യുന്നു എന്നാണോ? നിങ്ങൾ ഇതിൽ ഏതാണ് പറയുന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തിലും തെറ്റുണ്ടായി എന്നാണോ, അതോ അന്നും തെറ്റല്ല ഇന്നും തെറ്റല്ല എന്നാണോ? അല്ലല്ല, ഞങ്ങളുടെ കാര്യത്തിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ ഏറ്റെടുക്കുന്ന പട്ടികയിൽ ഞാനില്ല. ഞാൻ അതിനെ ന്യായീകരിക്കാനുമില്ല. തെറ്റായ നിയമനമാണെങ്കിൽ ആ തെറ്റായ നിയമനത്തിനെതിരായ എല്ലാ നടപടികളും വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. പോവുകയാണ്. അതിന് മുമ്പ് സുരേഷ് ബാബു അങ്ങേ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങേക്കുള്ള സൗകര്യം ഒരുപക്ഷെ ഈ CPM-നെ പോലുള്ള പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഇല്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു കൂട്ടർക്ക് മാറി നിന്നുകൊണ്ട് ഞാൻ ആ പട്ടികയില്ല, ഇത് എതിർക്കുന്നവരുടെ കൂടെ ഞാനില്ല എന്ന് പറയാം. പക്ഷെ അത്ര ലളിതമല്ല ഇടതുപക്ഷ പാർട്ടികളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് A. റഹീം, ഈ നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ സർക്കാർ ഇന്നിപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. മന്ത്രിസഭ നിയമനിർമ്മാണം നടത്താൻ പോകുന്നു. എന്താണ് അതിന് കാരണം? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ശ്രീ TN സുരേഷ് ബാബു വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് വിനീതമായി പറയുന്നു, അങ്ങ് തിരുത്തണം. ഞങ്ങളുടെ കാലത്ത് എന്തൊക്കെയോ വലിയ, നിങ്ങളുടെ കാലത്ത് അതായത് UDF-ൻ്റെ കാലത്ത് വലിയ അപരാധങ്ങളുണ്ടായിരുന്നുവെന്നും അത് ചൂണ്ടിക്കാട്ടി അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് അതേ അപരാധങ്ങൾ ആവർത്തിക്കുന്നു എന്നും ദയവ് ചെയ്തങ്ങ് പറയരുത്. ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നവും നിങ്ങളുടെ കാലത്ത് ആക്ഷേപം ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും തമ്മിൽ എന്തെങ്കിലും ചേർത്ത് വയ്ക്കാനാകുമോ? നിങ്ങൾ പറ. ഈ ക്വാണ്ടിറ്റിയാണോ ഉണ്ടായത്? എന്തൊക്കെയായിരുന്നു ഉണ്ടായത്?
കോടതി നിങ്ങളോട് നേരിട്ട് പറയുന്നു, കേസിൽ പ്രതി ചേർക്കപ്പെടുന്നു, കോടികളുടെ അഴിമതി ഉണ്ടാകുന്നു, ഞങ്ങൾ പണം കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെ കൈക്കൂലിയുടെ പ്രശ്നം വരുന്നുണ്ടോ? വേറൊന്നും വരുന്നില്ല. പക്ഷേ ആ ചെറിയ പിശകിന് പോലും അത് കീഴ്വഴക്കങ്ങളുടെ, ഈ സംസ്ഥാനത്ത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങളുടെ കാരണമായിട്ടാണ് എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി ആ പിശകിൽ പോലും എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്, നടപടി ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും, എന്ത് ചെയ്യണമെന്നുള്ള പോംവഴി ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. അതിനുശേഷം ചേർന്ന ആദ്യത്തെ ക്യാബിനറ്റ് യോഗമാണ്. ആ ക്യാബിനറ്റ് യോഗം ആ കീഴ്വഴക്കങ്ങളാകെ അപ്പാടെ മാറ്റാൻ പോവുകയാണ്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഗുഡ് സൈനായി കണ്ടുകൂടാ? ഈ കീഴ്വഴക്കങ്ങളാകെ മാറ്റണം എന്ന് എപ്പോഴെങ്കിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നോ? നിങ്ങൾ പറ. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളെല്ലാം ചർച്ചയിലുണ്ടല്ലോ. KPCC ആവശ്യപ്പെട്ടോ? പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടോ? നിങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ആ കീഴ്വഴക്കങ്ങൾ അതുപോലെ ഇനിയും തുടർന്നോട്ടെ എന്നാണ് നിങ്ങൾ വീണ്ടും കരുതിയത്. അതല്ല, ആ കീഴ്വഴക്കങ്ങൾ മാറ്റണം. അതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമഗ്രമായ മാറ്റമുണ്ടാകുന്നു. ഇത് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത ഒരു മാൻഡേറ്റ്, ജനങ്ങൾ ഞങ്ങൾക്ക് വന്ന മാൻഡേറ്റ്, ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത ഉറപ്പിൻ്റെ പ്രതിഫലനമാണത്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, എത്രയോ കീഴ്വഴക്കങ്ങൾ മാറുകയാണ്. വിജിലൻസുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ ലോക്കറുകൾ വരെ തേടിപ്പോയല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഓരോ കാര്യത്തിൽ ഇനിയിപ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വരെ വരണം എന്ന നിലയിലേക്ക് തീരുമാനിക്കുന്നു. ഇതവിടെ ഒരു വശത്ത് നിൽക്കട്ടെ. രണ്ടാമതൊരു കാര്യം, ഇവിടെ ശ്രീ സുരേഷ് ബാബു പറയുന്നത് പോലെ ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? എത്രയോ കാലമായി നിങ്ങൾ ചെയ്തു വരികയായിരുന്നു. എന്ത് അർഹതയുടെ അടിസ്ഥാനത്തിലാണ് അന്തരിച്ചു പോയ ബഹുമാന്യനായ ശ്രീ മുൻ സ്പീക്കർ ശ്രീ G. കാർത്തികേയൻ്റെ ഭാര്യ നിങ്ങളിവിടെ സർവ്വവിജ്ഞാനകോശത്തിൻ്റെ ഡയറക്ടറാക്കിയത്? ശ്രീ ഇല്ലമ്പള്ളിയുടെ കാര്യം കൂടെ സൂചിപ്പിച്ചു. അബ്ദുൾ റബ്ബിൻ്റെ ബന്ധുക്കളുടെ കാര്യമുണ്ട്. KM മാണിയുടെ മരുമകൻ MD ജോസഫ് മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ ഉപദേശകനാക്കി നിങ്ങൾ വെച്ചു. എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്? അനൂപ് ജേക്കബിൻ്റെ സഹോദരി അമ്പിളി ജേക്കബ് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിംഗ് മാനേജറാക്കി. എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ചെന്നിത്തലയുടെ അനിയൻ K. വേണുഗോപാൽ കേരള ഫീഡ്സിൻ്റെ MD ആക്കി. വേജ PhD ആരോപണമുള്ള ശ്രീമതി ഷീന ഷുക്കൂർ MG യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായി. മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനാ നേതാവ് P. നസീർ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഡയറക്ടറായി. VS ശിവകുമാറിൻ്റെ അനിയൻ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി. നിങ്ങളുടെയൊക്കെ ധാർമ്മികത എവിടെ പോയി ഒളിച്ചിരുന്നുവെന്ന് ഇപ്പോൾ ശ്രീ VM സുധീരൻ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്നു അത്തരം കാര്യങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ കൂട്ടുനിൽക്കില്ല എന്നങ്ങ് പറയുന്നു. അങ്ങയുടെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്തു. പക്ഷേ പോയ ബസ്സിന് കൈ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ശ്രീ സുരേഷ് ബാബു? വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങയോട് വിനയപൂർവ്വം ചോദിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഇതുമില്ലാത്ത, ഒരു നിയന്ത്രണവുമില്ലാതെ തോന്നിയതുപോലെ അഴിമതി ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ, സ്വജനപക്ഷപാതം നടന്നുകൊണ്ടിരുന്നപ്പോൾ, പരസ്യമായ എല്ലാ കാര്യങ്ങളും ലംഘിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തേ KPCCയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു വന്നില്ല? അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ചെറിയ വീഴ്ച പോലും, ചെറിയ നോട്ടക്കുറവ് പോലും വലിയ കാര്യമായിട്ടെടുത്ത്. കാര്യം ജനങ്ങൾക്കും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഉറപ്പതാണ്, ജനങ്ങളും ജനാധിപത്യത്തിനുള്ള ബാധ്യത ഏതാണ് എന്ന് കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ തെളിവാണ് ഇന്ന് മന്ത്രിസഭാ യോഗമെടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനം. ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ലുബ് ഹോളുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഈ കീഴ്വഴക്കങ്ങളെ ഞങ്ങളപ്പാടെ മാറ്റുകയാണ്. പക്ഷേ ശ്രീ A. റഹീം, ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഉൾപ്പെടെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രീ EP ജയരാജൻ്റെ പേരാണല്ലോ ഈ കാര്യത്തിനകത്തേക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാജിവെക്കണം എന്നാണ് അവർ ഇന്നിപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, പാർട്ടി സെക്രട്ടറി അത് സംബന്ധിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം പറയുന്നു. സ്വാഭാവികമായും കൂട്ടായിട്ട് ആലോചിക്കുമെന്നാണ്. കൂട്ടായിട്ട് ആലോചിച്ചതിന് ശേഷം പാർട്ടി അക്കാര്യത്തിലൊരു അഭിപ്രായം പറയും. പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് തൊട്ടടുത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എന്താണിത് സംഭവിച്ചത്? ഒന്ന്, ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തുന്നു. മേലിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പൊതുവിൽ ചില കീഴ്വഴക്കങ്ങൾ, ഈ വീഴ്ചകളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകളാണ്. ഈ ഒരു ഡസനുണ്ടല്ലോ, ഞാനിതിൻ്റെ മൊത്തം വായിച്ചു തീർത്തായിട്ട് കരുതിയേക്കരുത്. ഒരു പട്ടിക തന്നെ ഉണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട നവമാധ്യമങ്ങൾ മാത്രമല്ല, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ പത്രത്തിലുണ്ട്, റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ഉണ്ട് ആ ലിസ്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ 5 വർഷത്തെ മാത്രമാണ്. അതിനു മുമ്പ് UDF സർക്കാർ ഭരിക്കുമ്പോഴുള്ള വേറെ ഞാൻ എടുത്ത് പറയാം. ഇതിൽ തന്നെ പൂർണ്ണമല്ല, ഈ ലിസ്റ്റ് തന്നെ പൂർണ്ണമല്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഒരു യോഗ്യത പോലും ഇല്ലാത്തവരെ നിങ്ങൾ അന്ന് IT ഡയറക്ടറായി പോസ്റ്റിലേക്ക് വെച്ചില്ല. IT എന്താണെന്ന് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്തവരെ, അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് സംഭവിച്ചു പോയൊരു കാര്യം. പക്ഷേ അതിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ആ ഉത്തരവ് റദ്ദാക്കാൻ പറയുന്നു. മാത്രവുമല്ല
അത്തരം കീഴ്വഴക്കങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന വിധം ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ ഒരു ദൂരവ്യാപകമായൊരു തീരുമാനമെടുക്കുന്നു. എന്നേക്കുമായി ലോങ് ലൈഫിൽ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും വിധം ഈ മാറ്റം ഒരു മാറ്റമുണ്ടാക്കുന്നു. അതിനെ ഒരു നല്ല സ്റ്റെപ്പായി നിങ്ങൾ കാണും. അത് മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്നു, അത്തരമൊരു സ്റ്റെപ്പ് നിങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തി കുറേ നാളായിട്ട് പറയുന്നു. ശബ്ദിക്കാതിരുന്ന സാക്ഷാൽ ശ്രീ വി എം സുധീരൻ, എനിക്കിപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാര്യം ശ്രീ വി എം സുധീരൻ്റെ ശബ്ദം ഇപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലം അതൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവരുടെ പാർട്ടിക്കകത്ത് ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ശ്രീ വി എം സുധീരൻ്റെ പറയുന്നു രാജി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് മണിക്കൂർ ഇടപെട്ട് വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെടുന്നു. നിങ്ങളിൽ പലരും ടെലിവിഷൻ ചർച്ചകൾ വന്ന് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ മാറണം എന്ന് പ്രൊഡക്റ്റീവായൊരു പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനാകില്ലല്ലോ. ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ്. ശ്രീ പി എം സുരേഷ് ബാബു, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ പേരുകാരെല്ലാം ചില ആളുകളുടെ ബന്ധുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങ് ഈ പറയുന്നതിനെ ന്യായീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് പഴയതുപോലെ അല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ റഹീം തന്നെ ചൂണ്ടിക്കാട്ടിയത് ചില കാര്യങ്ങളുണ്ട്, ഈ മാറ്റം എങ്ങനെയാണ് എന്നുള്ളത്. പണ്ടെങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, മാധ്യമങ്ങൾക്ക് മുമ്പിലുണ്ട് പഴയ വിഷ്വലുകൾ. ഇത് ആ മന്ത്രിമാരെ കുറ്റം പറയേണ്ട, ശ്രീ കെ ബാബുവിനെ കുറ്റം പറയേണ്ട, ശ്രീ കെ മാണിയെ കുറ്റം പറയേണ്ട, ഞാനാണ് മുഖ്യമന്ത്രി, ഇവരുടെ എല്ലാം തലവൻ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എന്ന് ചങ്കൂറ്റത്തോടു കൂടി ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ശ്രീ വി എം സുധീരൻ അപ്പോഴും എതിർക്കുകയായിരുന്നു മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ മാറി. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് ശാശ്വതമായി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ നിയമനിർമ്മാണം, ഇത് ഗൗരവമാണ് എങ്ങനെയാണെന്ന് പാർട്ടി ചർച്ച ചെയ്യാനുള്ള നിലപാടുകൾ, ഇതൊക്കെ നടക്കുന്നത് പഴയതുപോലെയല്ല, മാറ്റങ്ങളുണ്ട്. ഇതാണ് മാറ്റം, ഇതല്ലേ വേണ്ടത്? എല്ലാം ശരിയാക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞ ശ്രീ റഹീം പറഞ്ഞ, എൻ്റെ ബഹുമാൻ സുഹൃത്ത് ശ്രീ റഹീം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി ഒരു നിയമനം പോലും അവിഹിതമായിട്ടോ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചിട്ടോ അല്ല ചെയ്തത്. പ്രിയപ്പെട്ട റഹീം, ഡോക്ടർ സുലേഖയുടെ നിയമനത്തെക്കുറിച്ചാണെങ്കിൽ അവര് അധ്യാപന പരിചയം കോളേജ് അധ്യാപികയായിരുന്ന ആളാണ്, യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആയിരുന്ന ആളാണ്. അവരാണ് ഇത്തരം നിയമനങ്ങളിലൂടെ ഈ ഞാൻ തസ്തിക ഓർമ്മയിരുന്നില്ല, പക്ഷെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഓരോന്നെടുത്താലും ശ്രീ വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ, അദ്ദേഹം ദേവസ്വം ബോർഡിൽ തന്നെ ജീവനക്കാരനാണ്, നേരത്തെ മുതലേ അദ്ദേഹത്തെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതല്ലാതെ പുറമെ നിന്ന് കൊണ്ടുവന്ന് മന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആളുകളായിട്ടൊന്നും കൊണ്ടുവന്ന് വെച്ചതല്ല. ഇതെല്ലാം ഇങ്ങനെ വെറുതെ എടുത്തിട്ട് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം ഞങ്ങൾക്കറിയാം, ഇടതുപക്ഷത്തിന്റെ സ്ഥിരം സ്വഭാവമാണ്. അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്ന് പറയുന്ന മറുപടിയാണ്. അത് ആ രൂപത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല. കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ശ്രീ ഇ പി ജയരാജന്റെ വകുപ്പും പി എം സുരേഷ് ബാബു, ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ കൂടാതെയുള്ള പല നിയമനങ്ങളെ കുറിച്ചും ഇപ്പോഴും പറയാനുണ്ട്. ഞാൻ ആ തർക്കത്തിലേക്കല്ല പോകുന്നത്. ശ്രീ പി എം സുരേഷ് ബാബു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കതിന് ശ്രീ പി എം സുരേഷ് ബാബു, അതായത് ഇപ്പോൾ അങ്ങയുമായി ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ച മന്ത്രിമാരുടെ ബന്ധുക്കളുടെ യോഗ്യതയെക്കുറിച്ച് തർക്കിക്കാനല്ല ഞാനിപ്പോൾ ഈ ചർച്ചയിൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഇനിയും 5-6 നിയമനങ്ങൾ എനിക്ക് എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. അതിൻ്റെയൊക്കെ യോഗ്യതകളെക്കുറിച്ച് പോയാൽ ഒരുപക്ഷെ അങ്ങേക്കും ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ബന്ധുക്കളുടെ കാര്യത്തിൽ ഒരു നിയമനം നടന്നിട്ടുണ്ടോ ഇല്ലയോ, ബന്ധുക്കൾക്ക് കൂടുതൽ അവരോട് പക്ഷപാതം കാട്ടിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ അതിനേക്കാൾ അർഹരായിരുന്നവരൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ബന്ധുക്കൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടി വരും. അത്തരം ഹർജികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് സ്ഥിതി? ഇന്നിപ്പോൾ രാജിവെക്കാനായി ധാർമ്മികമായി നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. വിജിലൻസ് ഡയറക്ടർ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നു, വിജിലൻസ് ആലോചിച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ നാളെ ഉത്തരവിറക്കണമോ വേണ്ടയോ എന്ന്. ഇപ്പോൾ രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആ ഉത്തരവ് വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കണ്ടേ? 5 മന്ത്രിമാർക്കെതിരെ കഴിഞ്ഞ തവണ FIR അല്ലെങ്കിൽ QV ഉണ്ടായിരുന്നിട്ടും രാജിവെച്ചില്ല. FIR ഇട്ട മന്ത്രി പോലും രാജിവെച്ചില്ല. അവസാനം കോടതി ചില പരാമർശങ്ങൾ നടത്തിയപ്പോഴാണ് ശ്രീ കെ മാണി രാജിവെച്ചത്. ഈ പാരമ്പര്യമൊക്കെ ഇല്ലേ അവിടെ? ശ്രീലാൽ, FIR വന്നപ്പോഴോ ക്വിക്ക് വെരിഫിക്കേഷൻ ഓർഡർ ഇട്ടാലോ രാജിവെക്കണം എന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തിലല്ല
കോൺഗ്രസ് പാർട്ടി ഉള്ളത് എന്ന് നേരത്തെ തന്നെ പലരും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സമീപനത്തിൽ ശ്രീ ജയരാജന്റെ കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നു എന്നതിന്റെ വിശദീകരണം താങ്കൾക്ക് അറിയാത്തത് കൊണ്ടല്ല, എനിക്കും അറിയാവുന്നതാണ്, താങ്കൾക്കും അറിയാം. പക്ഷെ പ്രേക്ഷക സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങയുടെ ചോദ്യത്തിലൂടെ ഉണ്ടാകുന്ന സംശയം ദൂരീകരിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഈ നിയമനം എനിക്കറിയാവുന്നത് ശ്രീ പി എം സുരേഷ് ബാബു അങ്ങ് പറഞ്ഞതുപോലെ നിയമപരമായി സാധിക്കില്ല. FIR-ൽ പേര് വന്നാലോ അല്ലെങ്കിൽ QV ഉത്തരവിട്ടാലോ മന്ത്രിയെ രാജിവെപ്പിക്കാൻ നിയമപരമായി സാധിക്കില്ല. അത് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ തെളിയിച്ചു. ഇപ്പോഴും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിലും അത് വേണ്ടതില്ല. പക്ഷെ വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാം. പാർട്ടിയുടെ തീരുമാനങ്ങളാണ്, അവരുടെ ശീലങ്ങളാണ് അങ്ങ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ നിയമപരമായി സാധിക്കാത്ത ആ കാര്യം അവിടെ ഉള്ളപ്പോൾ നിയമപരമായി തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയേക്കാം. അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഇനിയുള്ള കാര്യങ്ങൾ എന്നാണ് ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെയല്ലേ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ പോകാൻ പറ്റട്ടെ, നിയമം നിങ്ങളായാലും ഒരുപോലെ വരട്ടെ. അതിനുള്ള നിയമനിർമ്മാണം വരുമ്പോൾ അതിനെയല്ലേ നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ഞാൻ എന്താ ശ്രീ ലാൽ അങ്ങനെ ചോദിക്കുന്നത് എന്നോട്? ഞാൻ ആദ്യത്തെ എൻ്റെ ആ ഫസ്റ്റ് ഓപ്പണിംഗ് റിമാർക്ക് തന്നെ ആ നിയമനിർമ്മാണത്തിന് സ്വാഗതം ചെയ്തുകൊണ്ടാണല്ലോ. ഒരു തരത്തിലും ഞാൻ ആ നിയമനിർമ്മാണം തെറ്റാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ നിയമനിർമ്മാണത്തെ സ്വാഗതം ചെയ്യുന്നു. അതൊരു സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഗവൺമെന്റ്. ശരി, അതാണ്. അപ്പൊ പക്ഷെ അങ്ങ് വീണ്ടും ചില കാര്യങ്ങൾ എടുത്തിടുമ്പോഴാണ് എനിക്ക് സംശയം വരുന്നത്. ഈ നിയമനിർമ്മാണം നടത്താത്തത് കൊണ്ടാണ് ശ്രീ പി എം സുരേഷ് ബാബു, അഡ്വക്കേറ്റ് കൂടിയാണ് അങ്ങ്, അങ്ങോട്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ നിയമം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, നിയമനിർമ്മാണം നടക്കാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥരോ ചിലപ്പോൾ രാഷ്ട്രീയക്കാരോ ഒക്കെ ഇടപെട്ട് ഒരുപക്ഷെ നിയമപരമായി നടത്താവുന്ന ഇത്തരം ശീലങ്ങൾ തുടരുക. അതൊഴിവാക്കാൻ ഒരു സംവിധാനം വേണം. അതിനാണ് നമ്മൾ ബലം പിടിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങ് അതിനെ എതിർത്തു എന്നല്ല. പക്ഷേ അതിനിടയിൽ കൂടി നമ്മളിപ്പോൾ ഈ പാർട്ടിയുടെ ശീലം വേറെയാണ്, അവർ ആ പാർട്ടിയുടെ ശീലത്തിന് വിരുദ്ധമായി പോകുന്നു, അതുകൊണ്ട് രാജിവെക്കൂ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം നമുക്ക് നിർത്തിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് രാഷ്ട്രീയം തുടരാം. എൻ്റെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം അതൊരിക്കലും പറ്റില്ല. അതൊരിക്കലും പറ്റില്ലല്ലോ, അതൊരിക്കലും പാടില്ല. കാരണം എന്താ, ഓരോ പ്രത്യയശാസ്ത്രത്തിനോടുമാണ് കേരളത്തിലെ പൊതുസമൂഹം അംഗീകാരം നൽകുന്നത്. ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ മീമാംസ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിന്റെ കാഴ്ച ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കും. ഞങ്ങൾ അത് അവിടെ നിർത്തിച്ച് ഇടതുപക്ഷത്തിന് പറ്റിയ പാളിച്ച ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിന് ജനങ്ങൾ അംഗീകാരം കൊടുത്തിട്ട് 100 ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ ശ്രീ പി എം സുരേഷ് ബാബു. അവർക്ക് അടുത്ത തവണ ജനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചൂണ്ടിക്കാട്ടാം. നിങ്ങൾ അതിനു മുമ്പ് തന്നെ പിടിച്ച പിടിയിൽ നിരാഹാരം കിടന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നടത്തിച്ചെടുക്കുമെന്ന് ചിലർ തീരുമാനിക്കുന്നു. നിയമസഭയ്ക്ക് അകത്ത് ബഹളമുണ്ടാക്കി ഇപ്പോൾ തീരുമാനിക്കും. പ്രത്യയശാസ്ത്രം ജനങ്ങൾ മാറ്റിയതാണെന്നൊന്നും നിങ്ങൾ തീരുമാനിക്കുന്നില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ തീരുമാനം നടപ്പിലാകണം. ഞങ്ങൾ നോക്കിയപ്പോൾ പ്രത്യയശാസ്ത്രത്തിന് വലിയ വ്യത്യാസമില്ലാതെ പോകുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഇത്തരം നിരത്തുകളിലെ രാഷ്ട്രീയം നിർത്തിക്കൊണ്ട് ജനങ്ങളോട് സംവദിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ അത് പറയുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇതല്ലല്ലോ അതിൻ്റെ രീതി. നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നത്? ഇത് നിങ്ങളുടെ ശീലമല്ലല്ലോ. പണ്ട് ഇത്രയും പച്ചയായ ഒരു ന്യായീകരണത്തിന് കൈരളി ചാനൽ മുതിരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ലാൽ, ഇത്രയും പച്ചയായ ഒരു സമീപനം സ്വീകരിച്ച് പൊതുജന സമക്ഷത്തിൽ കൈരളി ചാനലിലുള്ള ഒരു അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ ചീത്തയാക്കുമെന്ന് എന്റെ ചോദ്യത്തിനല്ല ശ്രീ പി എം സുരേഷ് ബാബു മറുപടി പറയുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഘട്ടത്തിൽ കൈരളി ചാനലിനെയും അവതാരകരെയും കുറിച്ച് പറയാതിരിക്കും ശ്രീ പി എം സുരേഷ് ബാബു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അങ്ങ് പൊതുവെ സ്വതസിദ്ധമായ രീതിയിൽ അതിന് ഉത്തരം പറഞ്ഞു പോകും. കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒന്ന് ആവർത്തിക്കാവോ? ശ്രീ പി എം സുരേഷ് ബാബു കൈരളിയെയും അവതാരകനെയും കുറ്റം പറയാതെ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ചുള്ള പ്രതിപക്ഷ രീതിയല്ലേ നിങ്ങളും തുടരേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുത്ത് ഇതാ ആ പ്രത്യയശാസ്ത്രം അനുസരിച്ചല്ല ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അത് ഉപയോഗിക്കാതെ നിങ്ങളുടെ ശീലങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും രാഷ്ട്രീയം കളിക്കുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. അതിന് അവതാരകനെയും കൈരളിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്തതാണ്.
താങ്കള് അങ്ങനെ കണക്കാക്കിയോ? ഞാൻ കൈരളിയെ കുറ്റം പറഞ്ഞോ? കൈരളിയെ ഞാൻ കുറ്റം പറഞ്ഞോ? ഞാൻ ലാലിനെ കുറ്റം പറഞ്ഞോ? അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കരുത് സർ. അതൊരു ശരിയല്ല. ഞാൻ കൈരളിയെ കുറ്റം പറഞ്ഞു. ഞാൻ കൈരളിക്കുള്ള പൊതുജന സമൂഹത്തിലുള്ള അംഗീകാരം അത് വേറൊരു പ്രതലത്തിലുള്ളതാണ്. അത് ചീത്തയാവരുത്. ഇത്രയും പച്ചയായ ഒരു ന്യായീകരണത്തിലൂടെ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ദോഷകരമായി ഭവിക്കും എന്ന അർത്ഥത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കൈരളിക്കത് കുറ്റമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ലാലിന് അതൊരു മോശമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനും എന്നോട് ക്ഷമിക്കുക. ഞാനൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന്റെ സമീപനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിന് ലഭ്യമാകുന്നത് ഇത്തരം സ്വജനപക്ഷപാതപരമായ സമീപനമാണെങ്കിൽ, ഈ നിയമിതനായ ശ്രീ സുധീർ നമ്പ്യാർ പോലും എനിക്കിത് വേണ്ടെന്ന് പറയത്തക്ക വിധം അപമാനിതമായ ഒരു സമീപനത്തിൽ അതിനോട് സമരസപ്പെട്ട് നിൽക്കാൻ യു ഡി എഫിനെ ഉപദേശിക്കാൻ എങ്ങനെയാണ് കഴിയുക? യു ഡി എഫ് സുരേഷ് ബാബു, ആ കാര്യത്തിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു. താങ്കളുടെ നല്ല മനസ്സിനോട് ഞാൻ യോജിക്കുന്നു. എ റഹീമിന് അതിന് എതിർപ്പുണ്ടാകും, അദ്ദേഹം മറുപടി പറയട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം അപ്പോഴും അവിടെ കാതലായി അവശേഷിക്കുന്നു. അതിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് ശ്രീ എ റഹീമിലേക്ക് പോകാം. കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ 2-3 വർഷക്കാലം സോളാറിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഞെട്ടിത്തെറിച്ച ഒരു 3-4 വർഷമാണ് കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായത്. ബാർ കോഴയുടെ പേരിൽ അവസാനത്തെ പിന്നെയും കുറച്ചു കാലങ്ങൾ, അങ്ങനെ ലോകത്ത് കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതിയുടെ പുതിയ ചരിത്രം രചിച്ച ആ ഘട്ടങ്ങളിൽ നിന്നാണ് കേരളം ഇതാ ഈ ഒരു 100-125 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പഴയ ശീലങ്ങൾ അവിടെ തുടരുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. അത് മാറണമെങ്കിൽ നിയമങ്ങൾ വെച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ മന്ത്രിമാർ ആ കൂട്ടത്തിലേക്ക് തെറ്റിൻ്റെ നിലപാടിൽ നിന്ന് തുടങ്ങി ശരിയിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ സംശയമാണ്. അതങ്ങേക്ക് തീർക്കാം. പഴയതിനെ നമുക്ക് പൂർണ്ണമായി മാച്ചു കളഞ്ഞു പോകാൻ പറ്റില്ല. അതാണ് എൻ്റെ സംശയം. ശ്രീ സുരേഷ് ബാബു, 1 രൂപയുടെ അഴിമതി നടക്കാത്ത ഒരു വിഷയമാണ് സോളാർ. അവിടെ ഒരിടത്ത് പോലും പണത്തിന്റെ നിയമസഭ ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാത്ത ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ഇപ്പോ ഇത്തരം ഒരു സ്വജനപക്ഷപാതം, മാനേജ്മെന്റുകൾ കുറക്കാൻ തയ്യാറായി വന്ന ഫീസുകൾ അതൊന്ന് കുറച്ചൊന്ന് കൊടുക്കണമെന്ന് പറയാൻ പോലും തയ്യാറാകാതെ മാനേജ്മെന്റിന്റെ അവിഹിതമായ ഇടപെടലുകളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു ഭരണകൂടത്തിന് നേരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ഇത്രയ്ക്ക് വേവലാതി ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല. വേവലാതി എൻ്റെ ചോദ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ പ്രതിനിധിയോട് ഞാൻ സംസാരിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ശോഭിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എ റഹീം, ഇതിനൊക്കെ അദ്ദേഹം പറയട്ടെ. അല്ല, ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ശ്രീ സുരേഷ് ബാബുവിൻ്റെ ഒരു മിത ഭാഷയാണ് അദ്ദേഹം അങ്ങനെ ഔന്നത്യത്തിൽ സംസാരിക്കുന്ന ഒരാളുമാണ്. അതിനെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അങ്ങ് ദയവ് ചെയ്ത് നിങ്ങളുടെ കാലത്ത് ഉണ്ടായ പ്രശ്നങ്ങളെയും ഉയർന്നു വന്ന ആരോപണങ്ങളെയും ഇതിനെയും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല. പക്ഷേ ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഗ്രാവിറ്റിയല്ല. ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാകാതെ പോകണം. അങ്ങനെ കുറ്റരഹിതമായ ഒരു കാലം 5 വർഷമാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. അത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതിന് ചില കീഴ്വഴക്കങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ മാറ്റാനാണ് നമ്മുടെ ഈ ഗവൺമെൻറ് പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ, അതിന് ശേഷമുള്ള പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത്. അതിനെ അങ്ങ് സ്വാഗതം ചെയ്തു എന്ന് പറയുന്നു. അങ്ങ് സ്വാഗതം ചെയ്തതിനെ ശരിവെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നു, നിങ്ങൾക്കങ്ങനെ ഒരു പ്രപ്പോസൽ ഇല്ലല്ലോ. അപ്പോൾ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത്തരം അഭിപ്രായങ്ങൾ ഉയർന്നത്. താങ്കൾ പറയുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലപാടും ചുമതലയും ഞങ്ങൾ നിർവഹിക്കണ്ടേ, പ്രത്യയശാസ്ത്രത്തിൻ്റെ പിശക് വന്നാൽ ചൂണ്ടിക്കാണിക്കണം. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ സാർ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്? എന്താണ് പ്രാക്ടിക്കലി ചെയ്യേണ്ടത്? 100 ദിവസമായ ഒരു സർക്കാരിനെ ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറികളുടെ പിറകെ KPCC പോലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം പോകാൻ പാടുണ്ടോ? ഇവിടെ വിഷയമല്ല എങ്കിലും ഞാൻ പറയാതെ പോകാനാകില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എടുക്കുന്ന KPCC പ്രസിഡൻ്റെ നിലപാടെന്താ? പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടെന്താ? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അൺഫിറ്റാണ് ക്രമസമാധാന പാലനം പരിപാലിക്കുന്നതിൽ എന്ന് വരുത്തി തീർക്കാൻ RSS പരിശ്രമിക്കും. നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഞാനതിനോട് ഈ വിഷയത്തിലല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ വിഷയം ഈ പ്രശ്നത്തിലും നിങ്ങൾ അതുപോലല്ലേ, നിങ്ങളൊരു ഏകപക്ഷീയമായ യുദ്ധപ്രഖ്യാപനം എന്തൊരു കാര്യത്തിൽ സമീപിക്കണം.
ആ യുദ്ധപ്രഖ്യാപനത്തിൽ എന്ത് ഔട്ട്പുട്ടാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അങ്ങനെ ഒരു പ്രപ്പോസൽ നിങ്ങൾക്കില്ല, നാടിന് വേണ്ടി ഒരു പ്രപ്പോസൽ ഇല്ല. 2, അതിനുള്ള ധാർമ്മികതയും നിങ്ങൾക്കില്ല. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നം. പ്രതിപക്ഷം നിശബ്ദമാകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും ഈ സർക്കാരിനെ ഡിമോറലൈസ് ചെയ്യുന്നതിനുമുള്ള ഒരു നല്ല പരിശ്രമം നടത്തുന്നു. അങ്ങനെ ഒരു വ്യായാമം നിങ്ങൾ എടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളിപ്പോൾ ക്രിയേറ്റീവായ കാര്യം പറയണം. ഇങ്ങനൊരു പ്രശ്നം വന്നാൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഒച്ചയുണ്ടാക്കണം, നിങ്ങൾ ജനങ്ങളോട് പറയണം, ഞങ്ങളോട് പറയണം, കോടതിയിൽ പോകുന്നു, ഒക്കെ ശരി. അതിലൊന്നും ഞാൻ വേറൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങളത് സ്വീകരിക്കുമ്പോൾ അതൊരു അഗ്രസീവായി പോവുകയും അതിനെ ഈ ഗവൺമെൻറ്റിനെ ദയാരഹിതമായി വേട്ടയാടാൻ വേണ്ടിയും ഈ സർക്കാർ നിങ്ങളെന്ന് ഞാൻ ശ്രീ സുരേഷ് ബാബുവിനോട് വ്യക്തിപരമായൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് നിഷ്പക്ഷമായ അഭിപ്രായം പറ. ഇതേ സാഹചര്യം നിങ്ങളുടെ കാലത്താണ് വന്നിരുന്നത് എങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ, നിങ്ങളുടെ KPCCയുടെ, നിങ്ങളുടെ ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താകുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നേരത്തെ ശ്രീ ലാൽ സൂചിപ്പിച്ചു, ക്വിക്ക് വെരിഫിക്കേഷൻ വരുന്നു, കോടതി ഉത്തരവ് വരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. കോടതി ഉത്തരവല്ല പ്രശ്നം, ആ കോടതിയിലെ ജഡ്ജിമാരെ ചീത്ത വിളിച്ച് നാട് കടത്താനാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ടോ നിങ്ങളെടുത്ത സമീപനം എന്താ? KPCCക്ക് മുണ്ടാട്ടം ഉണ്ടായിരുന്നോ? ഹൈക്കമാൻഡിന് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ ഈ കാര്യങ്ങളിൽ? കഴിഞ്ഞ 5 വർഷം ഒരു കറക്റ്റീവ് മെഷർമെൻറ്റ് ഫോഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തിക്കാനായോ? ഇല്ലല്ലോ. ഇതിനേക്കാൾ എത്രയോ ഗ്രാവിറ്റി കൂടിയ പ്രശ്നങ്ങളാണ് ഈ സമൂഹത്തിന് മുമ്പിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. ജനങ്ങളിത് കാണണം. ഇത് കണ്ടിരിക്കുന്ന ജനങ്ങളോട് ആണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങളിത് കാണണം. ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തേതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ഗൗരവം കുറഞ്ഞ പ്രശ്നങ്ങൾ ഇന്നുയർന്നു വരുമ്പോൾ പോലും പൊടുന്നനെ തന്നെ നിങ്ങളാരും ആവശ്യപ്പെടാതെ തന്നെ വളരെ സാർത്ഥകമായ നിലപാടെടുക്കുന്നു, സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത്തരം നിലപാടുകൾ ശ്രീ സുരേഷ് ബാബു അംഗീകരിച്ചതുപോലെ ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തിയല്ലോ നിങ്ങളുടെ 2 നേതാക്കൾ, ശ്രീ VM സുധീരൻ നടത്തി, ശ്രീ രമേശ് ചെന്നിത്തല നടത്തി. ഈ നിയമനിർമ്മാണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ശ്ലാഘിച്ച അഭിപ്രായം അവർ പറഞ്ഞതായി ഞാൻ കേട്ടില്ല. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അവർ പറയണ്ടേ? അങ്ങനെ ഒരു പ്രപ്പോസലിലേക്കല്ല അവർ പോകേണ്ടത്. അതിന് പകരം അവരൊരു ദയാരഹിതമായ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ്. അത് തെറ്റാണ്. അതിനുള്ള ധാർമ്മികതയും അങ്ങയുടെ പാർട്ടിക്കില്ല എന്നാണ് എൻ്റെ നിലപാട്. ശ്രീ റഹീം, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ധാർമ്മികമായി കോൺഗ്രസ്സിന് എല്ലാവർക്കും, കോൺഗ്രസ്സിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രൂപ്പുകൾക്കും നേതാക്കന്മാർക്കും ധാർമ്മികതയില്ല എന്ന് പറഞ്ഞത് റഹീം പറഞ്ഞത് മനസ്സിലാക്കാം. ഒരുപക്ഷെ ശ്രീ PM സുരേഷ് ബാബുവിനെയും അദ്ദേഹത്തിൻ്റെ നേതാക്കളെയും നമുക്ക് ആ ഭാഗത്തുനിന്ന് മാറ്റി നിർത്തേണ്ടി വരും എന്നുള്ളത് അദ്ദേഹം കൂടി ഇരിക്കുമ്പോൾ അത് പറയേണ്ടി വരുന്നു. പക്ഷേ ശ്രീ റഹീം, ഇത് വെച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ രാഷ്ട്രീയം ചെറിയ പിഴവുകൾ പോലും ഞങ്ങളുടെ നേരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ പഴയ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളോടും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പറഞ്ഞു നിൽക്കാനല്ല നിങ്ങളുടെ തയ്യാറെടുപ്പ്. നിങ്ങൾ ഈ കാര്യത്തിൽ കൃത്യമായി നിലപാടെടുത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള നയപരിപാടികളോടൊപ്പം തന്നെ പോകും എന്ന് പറയാനാണോ താങ്കൾ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. പാർട്ടിയുടെ സെക്രട്ടറി ഇത് സംബന്ധിച്ച അഭിപ്രായം പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. അതിനപ്പുറത്തൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞത് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് മുമ്പ് തന്നെ വിവാദമായ ഉത്തരവ് പിൻവലിക്കപ്പെട്ടിരുന്നു. പാർട്ടി സെക്രട്ടറി അന്ന് വിദേശത്തായിരുന്നു. അവിടെ നിന്ന് തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായൊരു നിലപാട് പറഞ്ഞു. ഞാൻ പറയുന്നു, അങ്ങനൊരു നിലപാട് പറയാൻ, ഒരു നിലപാട് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ പാർട്ടിക്കോ കഴിഞ്ഞിരുന്നോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുന്നു, ഈ സാഹചര്യം നിങ്ങളുടെ കാലത്താണ് വന്നതെന്ന് ഓർക്കുക, ഒന്ന് സങ്കല്പിക്കുക. എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങൾ എങ്ങനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു? എന്തെല്ലാം ന്യായീകരണങ്ങൾ നിരത്തുമായിരുന്നു? അപ്പോൾ ഇതെല്ലാം നിരത്താം. ഈ വിഷയത്തിലും ന്യായീകരിക്കാൻ അങ്ങ് പറയുന്നുണ്ടല്ലോ, ന്യായീകരിക്കരുത് പരസ്യമായി. നിങ്ങൾ കഴിഞ്ഞ ന്യായീകരിക്കാൻ വാക്സാമർത്ഥ്യത്തിൽ അങ്ങൊരു അഭിഭാഷകനാണല്ലോ, ആർക്കും സാധിക്കും. പക്ഷെ അതിലല്ല, സത്യസന്ധമായി പ്രശ്നങ്ങളെ പ്രായോഗികമായും സമീപിക്കുക എന്ന നിലപാട് അത് ജനങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെൻ്റാണെന്നേ. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വീഴ്ചകളുണ്ടാകാം, പിശകുകളുണ്ടാകാം. പക്ഷേ ആ പിശകുകളെ ജനപക്ഷ വായന നടത്താൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കത് കഴിയുന്നില്ല. നിങ്ങൾ അക്കാര്യത്തിൽ അശക്തരാണ്. ശ്രീ PM സുരേഷ് ബാബു, ഒരുപക്ഷെ ഈ റഹീം പറഞ്ഞ കാര്യം എടുത്തു നോക്കിയാൽ ഈ സോളാറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ശ്രീ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അന്നത്തെ സർക്കാരിന് 1 രൂപ പോലും അഴിമതി നടത്തേണ്ട അവസ്ഥ അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഖജനാവിനകത്തെ കാര്യമാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ധാർമ്മികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ
ഓൺ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം, അതിനകത്ത് 1 രൂപ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അവസാനം വരെ മുന്നോട്ട് പോയത്. എന്തെന്ത് പ്രശ്നങ്ങളുണ്ടായതാണ്? അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ ശ്രീ സുരേഷ് ബാബു. അല്ല, ഞാനത് താരതമ്യം ചെയ്തിട്ടില്ലല്ലോ ലാൽ. ഞാൻ അങ്ങനെ താരതമ്യത്തിലേക്ക് പോയിട്ടില്ല. ഇത് 2 വിഷയങ്ങളും എടുത്ത് ഉന്നയിച്ചത് കൊണ്ട് ഞാൻ അതിനൊരു മറുപടി പറഞ്ഞതാണ്. അതാണ് അതിന്റെ വസ്തുത. ഇതിനകത്ത് ഞാൻ ഒരു സാമ്പത്തിക അഴിമതിയും ഞാൻ ഇതിനകത്ത് ആരോപിക്കുന്നില്ലല്ലോ. ഈ സുധീർ നമ്പ്യാരുടെ നിയമനത്തിലായാലും മറ്റിതര നേതാക്കന്മാരുടെ ബന്ധുക്കളുടെ നിയമനത്തിലായാലും ഞാൻ ഇന്ന് വരെ അതിനകത്തൊരു സാമ്പത്തിക അഴിമതി എന്ന കാര്യം പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ശ്രീ സുരേഷ് ബാബു, പക്ഷേ സോളാറിന്റെ കാര്യത്തിലും ബാർക്കോഴയുടെ കാര്യത്തിലും ഒക്കെ ഖജനാവിൻ്റെതല്ലെങ്കിൽ കൂടി ഖജനാവിനകത്ത് ടാക്സിന്റെ കാര്യത്തിൽ ബഡ്ജറ്റിനെ തന്നെ വിറ്റു എന്നുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ വന്ന കാര്യത്തിൽ എന്താണ്? നിയമനങ്ങളെക്കുറിച്ച് പരാതി വന്നു, അത് റദ്ദാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാർട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ പുറത്താണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവരെ ഇപ്പോൾ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി. പക്ഷേ അതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നം അപ്പോഴും ഉണ്ട്, ഈ പറഞ്ഞ കാര്യമുണ്ട്. ഇല്ല, അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഇത്ര അധികം അതിനകത്ത് വേവലാതിപ്പെടേണ്ടുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലാൽ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരുത്തൽ സാധിക്കുന്നില്ലെങ്കിലും തിരുത്തൽ പ്രക്രിയ കൂടുതൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംവിധാനം. അത് ഒരുപക്ഷെ വർഷങ്ങളൊക്കെ എടുത്തെന്ന് വന്നേക്കാം. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ അതിന്റെ തിരുത്തലുകൾ നടത്തുന്നു എന്നത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഞാൻ അതിനെ ശ്ലാഘിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ള ദേശീയമായ അല്ലെങ്കിൽ അന്തർദേശീയമായ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ നടപടിക്രമങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏത് രൂപത്തിലായിരുന്നു സമീപനമുണ്ടാവുക, ആ സമീപനത്തിന് വിരുദ്ധമായി ധാരാളം പാർട്ടി പ്രവർത്തകരെയും പാർട്ടി സഖാക്കളെയും മറികടന്നുകൊണ്ട് നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് അന്യായമായ രീതിയിൽ അതിനകത്ത് നിയമനം നടത്തുന്നത് പൊതുസമൂഹത്തിനോട് ചെയ്ത തെറ്റാണ്. അത് മനസ്സിലാക്കാൻ തയ്യാറായി ഭരണകൂടം എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. തിരുത്താൻ തയ്യാറായി എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷേ ഉന്നത ശീർഷരായ നേതാക്കന്മാർ അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ ചെയ്താൽ അവർക്ക് പാർട്ടിപരമായും ചില നടപടികൾ അവർ വിധേയമാകണം. അതുകൊണ്ടാണ് KPCCയും UDFും ശ്രീ ജയരാജന്റെ രാജി ആവശ്യപ്പെടുന്നത്. അതൊക്കെ അത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ച് ജനങ്ങളുടെ മുമ്പ് പറയാൻ കഴിയണം. എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തണം. നിങ്ങൾ അതൊന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുമ്പ് പോയാൽ ഇതിനേക്കാൾ വലിയ ജനപിന്തുണയായിരിക്കും പാർട്ടിക്ക് ഉണ്ടാവുക. അത് മനസ്സിലാക്കാതെ പോയത് കഴിഞ്ഞ UDF കാലഘട്ടത്തിലെ നേതാക്കന്മാരായിരുന്നു. ശ്രീ റഹീം. അതെ, സാർ മനസ്സിലാക്കേണ്ടത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. പാർട്ടിക്കകത്ത് പ്രത്യേകിച്ചും അത് ഞാനായിക്കൊള്ളട്ടെ, ഈ പാർട്ടിയുടെ ഒരു കേവലമായ മെമ്പർഷിപ്പുള്ള ഒരാൾ മുതൽ ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലുള്ള ഒരാൾ വരെ അവരവരുടെ ഘടകങ്ങളിൽ സൂക്ഷ്മമായ വിചാരണയ്ക്കും വായനയ്ക്കും വിധേയമാക്കപ്പെടുന്നവരാണ്. നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി ഓരോ ചിലവും പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ പാർട്ടിയിൽ ആലോചിക്കാൻ പറ്റുമോ സാർ അതിനെക്കുറിച്ച്? ഓരോ ദിവസവും ഞങ്ങൾ ഈ കറക്റ്റീവ് മെഷർമെൻറ്റിലൂടെ പോകുന്നവരാണ്. ഞങ്ങളത് ജനങ്ങളുടെ അല്ല, ഞാൻ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഒരു വളരെ സുഗമമായ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് ഈ ജനാധിപത്യ പ്രക്രിയയുടെ റോളിലെ നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷമാണ്. നിങ്ങൾ ചെയ്യുന്ന പണി എന്താ? നിങ്ങൾ ഇക്കാര്യമാണോ ചെയ്യുന്നത്? അങ്ങീ സംസാരിച്ച അവധാനതയോടെ എന്തുകൊണ്ട് KPCC അധ്യക്ഷന് സംസാരിക്കാനാകുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനാകുന്നില്ല? നിങ്ങളിൽ പലർക്കും ടെലിവിഷൻ ചർച്ചയിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനാകുന്നില്ല. നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് പറ, ഞങ്ങൾ വിമർശിക്കാനേ പാടില്ല, ഞങ്ങളെ തല്ലാനേ പാടില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ ചാണ്ടാവാത കൊണ്ട് അടിക്കി. കാര്യം നിങ്ങൾ പ്രതിപക്ഷമാണെങ്കിൽ അത് ചെയ്യേണ്ടതാണെങ്കിൽ. പക്ഷേ നിങ്ങൾ അതെല്ലാം ചെയ്യുമ്പോഴും അതെല്ലാം പറയുമ്പോഴും ഒച്ച വയ്ക്കുമ്പോഴും ഒരു ബദൽ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു മാതൃക നിങ്ങളുടെ കാലത്ത് ഉയർത്തി കാണിക്കാനുണ്ടോ? അതൊന്നുമില്ല. ഇവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു കോടതിയുടെ ഇടപെടലുമില്ല, പ്രതിപക്ഷത്തിൻ്റെ ഡിമാൻഡില്ല. ഞങ്ങൾ നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു. ആ നിയമനിർമ്മാണം അങ്ങ് ഒരു കാര്യം ഉറപ്പിച്ചു, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ തന്നെയുണ്ട് വിജിലൻസിന് സ്വതന്ത്ര പദവി കൊടുക്കാൻ പോകുന്നു. സ്വതന്ത്ര പദവി, അങ്ങനെ ഒരു സ്വതന്ത്ര പദവിയെ ഞങ്ങൾ കൊടുക്കുമെന്നുള്ള മാനിഫെസ്റ്റോയിലുള്ളതാണ്. അങ്ങനെ എത്രയോ കീഴ്വഴക്കങ്ങൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ
മാറ്റാനുള്ള നല്ല പരിശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ സർക്കാരിനെയും ഞങ്ങളുടെ പാർട്ടി നേതാക്കളെയും ചെളിവാരി അറിയാൻ പറ്റും. എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ സ്വജനപക്ഷപാതത്തെക്കുറിച്ച് ഉള്ള നിയമനിർമ്മാണത്തെ PM സുരേഷ് ബാബുവിനെ പോലുള്ളവർ സ്വാഗതം ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും VM സുധീരനും മറ്റു നേതാക്കളും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത്? ഇടവേളയ്ക്ക് ശ്രീ PM സുരേഷ് ബാബു, ഈ സ്വജനപക്ഷപാതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് തടയാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമനിർമ്മാണത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്ന്, ഈ ബന്ധുക്കളുടെ നിയമന കാര്യത്തിൽ ശക്തമായ ചില നിലപാടുണ്ടാകും എന്നാണ്. ഈ ബന്ധുക്കളുടെ നിയമന കാര്യത്തിൽ ഇത് തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുക UDF കാലഘട്ടത്തിലെ ശീലങ്ങളെയൊക്കെ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കാര്യത്തിൽ പ്രശ്നമാകുക. അതുകൊണ്ടാണോ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാതെ പോകുന്നത്? രമേശ് ചെന്നിത്തലയോ KPC പ്രസിഡന്റോ ഒന്നും അഭിപ്രായം പറയാത്തത് അങ്ങനെയല്ല. അതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. നിയമസഭ 17-ാം തീയതി കൂടുമല്ലോ. നിയമസഭയ്ക്കകത്ത് രമേശ് ചെന്നിത്തലയും UDFന്റെ അഭിപ്രായം അവിടെ കൃത്യമായി പറയും. ഇതിനോടൊന്നും ഒരു പുറത്തിരിച്ച് നിൽക്കുന്ന ഒരു സമീപനം UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലല്ലോ. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഒരു സമീപനം തന്നെയായിരിക്കും, ഗവൺമെന്റിന്റെ പിന്തുണയാകുന്ന സമീപനം തന്നെയായിരിക്കും UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതല്ലാതെ അതിനെയൊന്നും തകിടം മറിക്കുക എന്നുള്ളത് UDFന്റെ ഒരു നയമല്ല. ശരി, പക്ഷേ ഇപ്പൊ ഈ പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കാൻ പോകുന്ന തീരുമാനം, അല്ലെങ്കിൽ ഇടതുപക്ഷം എടുക്കാൻ പോകുന്ന തീരുമാനം ഈ ബന്ധുക്കളുടെ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണമെന്നാണ്. അത് നേരത്തെ പാർട്ടിയുടെ മാനദണ്ഡങ്ങളിലൊക്കെ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ട മാനദണ്ഡങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വലിയ കടന്ന തീരുമാനമായി പോകില്ലേ? ബന്ധുക്കൾ ആയി പോയത് കൊണ്ട് അവർ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ, അതിപ്പോൾ ഏത് പക്ഷത്താണെങ്കിലും അങ്ങനെ ഒരു കടുത്ത നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നത് എത്രത്തോളം ശരിയാകും ശ്രീ സുരേഷ് ബാബു? നിയമനങ്ങളുടെ പ്രധാന ഭാഗവും സിംഹഭാഗവും സർക്കാരിന്റെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാണല്ലോ. ആ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമനത്തിന് എടുക്കുന്ന മാനദണ്ഡങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു നിയമന രീതി ഇത്തരം കാര്യങ്ങളിൽ അത്തരം നിയമനങ്ങളെ കുറിച്ചല്ല, PSC പരീക്ഷ എഴുതി ഇന്റർവ്യൂയിലൂടെ വരുന്ന ആളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MD ആക്കുക, അല്ലെങ്കിൽ ജനറൽ മാനേജർ ആക്കുക, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില അപ്പോയിന്റ്മെന്റുകളൊക്കെ വരിക. ഈ കാര്യത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരിക്കാം, ചില പ്രദേശത്തു നിന്നുള്ളവരാകാം, ചില പാർട്ടികളുടെ ബന്ധുക്കൾ, പാർട്ടി പ്രവർത്തകരുടെ ബന്ധുക്കൾ ഉണ്ടാകാം. ഇതൊക്കെ കോൺഗ്രസിലാണെങ്കിലും BJPയിലാണെങ്കിലും ഇടതുപക്ഷത്താണെങ്കിലും ഒക്കെ ഉണ്ടാകും. അത് മാറ്റി ഇടതുപക്ഷം ആ പ്രത്യയശാസ്ത്രത്തോടുകൂടി അധികാരത്തിലേക്ക് വരുമ്പോൾ ക്വാളിറ്റി നോക്കി ഈ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും നിർണായക സ്ഥാനങ്ങളിലേക്ക് വെക്കുന്നത് ശരിയാകുമോ? അത് ഏത് പാർട്ടി വന്നാലും അത്തരം ക്രൂഷ്യൽ പോസ്റ്റുകളിലേക്ക് ഇത്തരം ആളുകളെ വെക്കാൻ സാധിക്കുമോ? അതുകൊണ്ടല്ലേ കാലാകാലങ്ങളായി ഇത്തരം ഫ്ലെക്സിബിലിറ്റി ഈ പോസ്റ്റുകളിലൊക്കെ വെച്ചിട്ടുള്ളത് ശ്രീ PM സുരേഷ് ബാബു? സർക്കാരിന്റെ നിയമനങ്ങളിലെ ചില കാര്യങ്ങൾ നിയമനത്തിന്റെ സംവിധാനത്തിലും ചിലത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റും ഉണ്ട്. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പൊളിറ്റിക്കലായിട്ട് നടക്കും. അതത് പൊളിറ്റിക്കൽ സംവിധാനങ്ങളുടെ പ്രൊറോഗേറ്റീവാണ്. അവരുടെ ആശയാനുഷ്ഠാനങ്ങൾക്ക് അടിസ്ഥാനമായി അതുപോലെ നടക്കും. അതല്ലാതെ ചില കാര്യങ്ങളിൽ ഇപ്പോഴീ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരുപാട് വൈസ് ചാൻസലർമാർ, ഒരുപാട് NITയിലെ IITയിലെ ഡയറക്ടർമാർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ആ നിയമനങ്ങൾക്കൊക്കെ ഒരു നിയമന രീതിയും സംവിധാനവും ഉണ്ട്. ആ സംവിധാനത്തിന്റെ പകർപ്പനുസരിച്ച് അതിന്റെ രീതി അനുസരിച്ച് നമുക്ക് ഇവിടെയും ഉണ്ടാക്കാവുന്നതാണ് സംസ്ഥാന ഗവൺമെന്റ്. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോഴും ശ്രീ PM സുരേഷ് ബാബു, ഈ വൈസ് ചാൻസലർമാരെ നിയമിച്ച കഥ നമുക്ക് കേരളത്തിൽ അറിയാം. MG സർവകലാശാലയിൽ വൈസ് ചാൻസലർ മാറി വന്നത് നമുക്കറിയാം. PVCയുടെ കാര്യത്തിലുള്ള തർക്കം ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് A റഹീം ചൂണ്ടിക്കാട്ടി. ഇത്തരം പോസ്റ്റുകളിൽ ഉദാഹരണമായിട്ട് ഞാൻ വൈസ് ചാൻസലറുടെ കാര്യം എടുത്തുവെന്നേ ഉള്ളൂ. അത്തരം പോസ്റ്റുകളിൽ പോലും ഒരുപക്ഷെ യോഗ്യത മാത്രം നോക്കിയാൽ ഒരേ യോഗ്യതയുള്ളവർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാകും. അതിൽ ഭരിക്കുന്ന സർക്കാരിന് തലവേദന ഉണ്ടാക്കാത്ത, അവരുടെ നയങ്ങൾക്കനുസരിച്ച് യോജിച്ചു പോകുന്നവരെ ആയിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയമായി നിയമിക്കുക, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുക. ഇതൊക്കെ കൂടി ചേർന്നാണ് ഭരണത്തെ അഴിമതിരഹിതമായി വിവാദങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഭരണകർത്താക്കൾക്ക്, ഭരണകൂടങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലേ?
അതും കൂടി ഇത്തരം ചർച്ചകളിൽ വിവാദങ്ങളുടെ കൂട്ടത്തിൽ കൊഴുപ്പിക്കാൻ വേണ്ടി എടുത്തിടുന്നുണ്ടോ ഇപ്പോൾ ചർച്ചകളിൽ? ഞാനത് അങ്ങനെ എടുത്തിടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്കതിനകത്ത് താല്പര്യമുണ്ട്. പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനോട് ആഭിമുഖ്യം പുലർത്തിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ ആ ആളുടെ മറ്റു തരത്തിലുള്ള അക്കാഡമിക് വൈഭവങ്ങളോ അല്ലെങ്കിൽ സാങ്കേതികമായ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളോ ഒന്നും കുറഞ്ഞു പോകുകയെന്നില്ല. അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ആദർശങ്ങളോടും ആശയങ്ങളോടുമൊക്കെ ആഭിമുഖ്യങ്ങൾ ഉണ്ടാകും. ആ ആഭിമുഖ്യങ്ങൾ പച്ചയായ പ്രകടനത്തിലൂടെ കാണിക്കാത്ത മാന്യമായ സമീപനം സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആശയങ്ങളോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്ന ആളുകൾ. അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം നടക്കുന്നതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിയമം വരട്ടെ. നിയമം വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കുമ്പോൾ അത് ഒരു അഭിപ്രായം രൂപീകരിച്ച് ആ അഭിപ്രായം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വരുമ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം സുതാര്യമായി ഭംഗിയായി പോകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായ അഫിലിയേഷനും ഇല്ലാത്ത കൃത്യമായ യോഗ്യതകൾ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് മാത്രം നോക്കി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് ആളുകളെ നിയമിക്കുന്ന ഒരു രീതിയാണ് വരാൻ പോകുന്നതെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ പോലും ഇത്തരം ആരോപണങ്ങളെ ഭയന്നുണ്ടാക്കുന്ന ഒരു പ്രശ്നമായി മാറുമോ? അഴിമതി അത്രമാത്രം ഇവിടെ കൊടികുത്തി വാണിരുന്ന ഒരു സംവിധാനത്തെ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് മൂവ്മെൻറ്റിലേക്ക് പോകുന്നത്? ഞങ്ങൾ അങ്ങനെ ഒരു ഭയമൊന്നും വേണ്ട. പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഒരു ക്രൈമല്ല, അതൊരു കുറവുമല്ല. ശ്രീ സുരേഷ് ബാബു പറഞ്ഞത് കറക്റ്റാണ്. അത് യോഗ്യതയുള്ള ഒരാളാണ് എങ്കിൽ അയാളെ നിയമിക്കുന്നതിലെന്ത്. പക്ഷേ അതിനെല്ലാം ഒരു മാനദണ്ഡം വേണം എന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു. ഒരു ഗവൺമെൻറ് തുടക്കം അവിടെയാണല്ലോ. ഞങ്ങളുടെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു. പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം ഞങ്ങൾ കുറച്ചു. എന്തിൻ്റെ ആവശ്യം? രണ്ടുപേരെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഇരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് വാദിക്കാമായിരുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കുറച്ചു. എന്തിനു കുറച്ചു? അത് ഞങ്ങളുടെ ധാർമ്മികതയാണ്. ഞങ്ങളുടെ ധാർമ്മികതയുടെ ഒരു പ്രതിഫലനമാണത്. നിങ്ങൾ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് മാത്രമല്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളൊരു ക്ലിഫ് ഹൗസ് സമരം നടന്നു. ആ ക്ലിഫ് ഹൗസ് വളയിൽ സമരം നടന്നപ്പോൾ ആ സമരം പൊളിക്കാൻ വേണ്ടി വന്നൊരു സ്ത്രീയുണ്ട്. അവർക്ക് നിങ്ങൾ പ്രത്യുപകാരമായൊരു ജോലി കൊടുത്തു. പ്രതിമാസം 15,000 രൂപയാണ് അവർക്ക് ശമ്പളം. സ്പോർട്സുമായൊരു ബന്ധമില്ല. സ്പോർട്സ് കൗൺസിൽ ഇവിടെ ഈ ശംഖുമുഖത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിലെ അവർക്ക് നല്ല പദവിയിലൊരു ജോലി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് സംഭാവനയാണ് കേരളത്തിൽ ചെയ്തത്? എന്ത് വിശിഷ്ട സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഇത്ര സങ്കുചിതമായി പ്രവർത്തിച്ചു നിങ്ങൾ. ഇപ്പോൾ കെ ബാബുവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PRO അദ്ദേഹം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ കരിയർ ഗൈഡൻസ് ആൻഡ് റിസർച്ചിൻ്റെ ഡയറക്ടറായി നിയമിക്കാൻ നിങ്ങളുടെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗം ഇപ്പോൾ ഞാനീ പറഞ്ഞ സ്ത്രീക്ക് ജോലി കൊടുത്ത് മന്ത്രിസഭായോഗത്തിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്, തീരുമാനമാണ്. ഏതെങ്കിലും ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ചെയ്ത കാര്യമല്ല, മന്ത്രിസഭ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു. ഇതിനേക്കാൾ വലിയ ഒരുപക്ഷെ ഇതെല്ലാം ഇപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുമെങ്കിൽ ഞാൻ പറയുന്നു, കഴിഞ്ഞ നിങ്ങളുടെ UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളുണ്ടാകും. അപ്പോൾ ഇത്തരം കീഴ്വഴക്കങ്ങൾ മാറണം. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പോയതിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുന്നതെന്ന് ലാലിൻ്റെ സംശയത്തിന് കാര്യമില്ല. ഡോക്ടർ ലാൽ മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങളല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇത്തരം ചില കീഴ്വഴക്കങ്ങൾ നിലനിൽക്കുന്ന സംവിധാനത്തിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ വിശിഷ്ട സേവനം എന്ന് പറഞ്ഞിട്ട് വഴിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്ത്രീക്ക് ജോലി കൊടുക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു മാറ്റമുണ്ടാകണം. ഇനിമേലിൽ ഇത്തരമൊരു ചെറിയ കൈത്തട്ട് പോലും ഉണ്ടാകാത്ത വിധം കുറ്റമറ്റ രീതിയിൽ, ചെറിയ കുറ്റങ്ങളെപ്പോലും തുടച്ചു മാറ്റാൻ കഴിയും വിധം കുറ്റമറ്റ രീതിയിൽ കേരളത്തിൻ്റെ സിവിൽ സർവീസ് മാറണം, കേരളത്തിൻ്റെ ഭരണയന്ത്രം മാറണം. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ഇടപെടുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അഡ്വക്കേറ്റ് A. റഹീം, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു.